നമസ്കാരം. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും സമാധാനത്തോടെ ഒന്ന് പോകുവാൻ, ഒരു പരാതി പറയുവാൻ ജനങ്ങൾക്ക് ആവില്ലേ? ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളുണ്ട്, മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു ഭീകര കേന്ദ്രമായി മാറുകയാണോ എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഏതാനും നാൾ മുമ്പ് നടന്ന സംഭവമാണ്. എന്നാൽ പോലും അതിലെ ആ ഒരു ഭീകരത പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആഭ്യന്തര വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളിലും കെട്ടുകണക്കിന് പരാതികൾ ഉയരുമ്പോൾ കേരള ഭരണം ലോകത്തിന് മാതൃകയാണ്, ലോകം കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നു എന്നൊന്നും തട്ടിവിടുന്നത് അത്ര നല്ല കാര്യമല്ല. എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ പരാജയം. ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കുന്നു, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദുരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അഭിഭാഷകനും അതുപോലെ സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസൻ അദ്ദേഹം ഒരു പോസ്റ്റ് എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുത്തഴിഞ്ഞ രീതിയിൽ നടക്കുന്ന 3 വകുപ്പുകൾ ആണ് ആഭ്യന്തരം, പൊതുമരാമത്ത്, ആരോഗ്യം എന്നീ 3 വകുപ്പുകൾ. ബാക്കി എല്ലാം മെച്ചം എന്നല്ല അർത്ഥം. ഇവ 3മാണ് ഏറ്റവും ദ്രോഹികൾ എന്നാണ്. ശരിക്കും ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട വകുപ്പുകൾ ഏറ്റവും വലിയ ജനദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം വിലയിരുത്തുന്നു. ഇതിൽ ജനങ്ങൾക്ക് ഏറ്റവും ശല്യമായി മാറിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ഗുണ്ടകളെക്കാളും ജനത്തിന് ഇപ്പോൾ ഭയം കാക്കിയിട്ട ക്രിമിനലുകളെക്കാണ്. ചിതറിക്കിടക്കുന്ന ശവത്തിൽ നിന്ന് ഫോൺ മോഷ്ടിച്ച പോലീസുകാരിൽ തുടങ്ങി 95% ഡിസ്കൗണ്ടിൽ സ്വർണ്ണാഭരണം ഭീഷണിപ്പെടുത്തി വാങ്ങിയ IPSകാരനിലൂടെ മാങ്ങാക്കള്ളനിലും രാജ്യത്തിനു വേണ്ടി കാഞ്ചി ഇനി വലിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് സൈനികന്റെ വിരൽ പിടിച്ച് ഒടിച്ച രാജ്യദ്രോഹികളായ പോലീസുകാരനിലൂടെ തിരിച്ചടിക്കാൻ പ്രാണിയില്ലാത്ത ഒരുവനെ കൂട്ടം ചേർന്ന് ഇടിച്ച് കേൾവിശക്തി ഇല്ലാതാക്കിയ ക്രിമിനലുകൾ വരെയുള്ള നീണ്ട ലിസ്റ്റിൽ അത് എത്തി നിൽക്കുന്നു. പോലീസുകാരെ നന്നാക്കാൻ ചിലപ്പോൾ മുഖ്യനും ഫാമിലിയും അടങ്ങുന്ന ജംബോ സംഘം ഒരു വിദേശ സ്റ്റഡി ടൂർ നടത്താൻ സാധ്യത ഉള്ളതിനാൽ അത്തരം ദുർവ്വയം ഒഴിവാക്കാൻ 2 മാർഗങ്ങൾ പറഞ്ഞു തരാം എന്ന് അഭിഭാഷകൻ കൂടിയായ ഈ ലേഖകൻ വെളിപ്പെടുത്തുന്നു. 1. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ലീഗൽ ഓഫീസറെ നിയമിക്കുക. കേസുകൾ ചാർജ് ചെയ്യുന്നതും അതിനു വേണ്ടി പരാതിക്കാരുമായും പോലീസ് സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്ന ആളുകളോട് ആശയവിനിമയം നടത്തുന്നതിനും ആ ലീഗൽ ഓഫീസറുടെ മാത്രം ഡ്യൂട്ടിയാക്കുക. പോലീസിന്റെ ജനങ്ങളോടുള്ള സമ്പർക്കം മാക്സിമം സ്റ്റേഷനിൽ വെച്ച് ഒഴിവാക്കി എടുക്കാൻ ഇത് സഹായകമാകും. 2. സസ്പെൻഷൻ, സ്ഥലമാറ്റം തുടങ്ങിയ സന്തോഷപ്രദങ്ങളായ ശിക്ഷാ നടപടികൾ ഒഴിവാക്കി പകരം പ്രത്യേക യൂണിഫോം ശിക്ഷാ കാലയളവിൽ അവർക്ക് നൽകിക്കൊണ്ട്, അതായത് ചുവപ്പോ പച്ചയോ ഒക്കെ ആകാം, തൊപ്പി പഴയ മോഡൽ ആകാശത്തേക്ക് കൂർത്ത് ഇരിക്കുന്നത് ആക്കാം, പാന്റ് വേണമെങ്കിൽ നിക്കറാക്കാം. ട്രാഫിക്കിലോ മന്ത്രിമാരുടെ എസ്കോർട്ട് സംഘത്തിലോ നിയമിച്ചുകൊണ്ട് പൊതുജനത്തിന് മാക്സിമം കാണാൻ പറ്റുന്ന സേവനങ്ങളിലേക്ക് ഇവരെ നിയോഗിക്കണം. പൊതുസമൂഹത്തിന് മുന്നിൽ താൻ മാത്രമല്ല തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കുടുംബവും നാറും എന്ന് കണ്ടാൽ ഏത് നാറിയ പോലീസുകാരനും നന്നായിക്കോളും, സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോക്കപ്പിന്റെ പ്രതീകാത്മക ചിത്രത്തിൽ ഒരു വ്യക്തിയെ 3 പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് ഈ ഒരു വ്യക്തി ചോരയിൽ കുളിച്ചു കിടക്കുന്ന പ്രതീകാത്മക ഒരു ചിത്രം കൂടി അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ പങ്കുവച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും 2ാമത്തെ നിർദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ വളരെ നടക്കാത്ത നിർദ്ദേശം കൂടി ആയിപ്പോയി അത് എന്ന് പറഞ്ഞ് ഇതിന് കമന്റ് ഉണ്ട്. ഇതൊക്കെ നടത്താൻ ആഭ്യന്തര വകുപ്പ് ഒരു ദിവസം നമ്മളെ ഏൽപ്പിച്ചാൽ നടത്താം എന്നൊക്കെ ഇതിന് കമന്റുകൾ ഉണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ വേദനയോടുകൂടി തന്നെ നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ, ഇപ്പോൾ പോലീസ് സേനയിലൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള പോലീസുകാരൊക്കെ തന്നെയാണ് വരുന്നത്. പണ്ട് കാലത്ത് 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് പറയുന്ന പോലീസുകാരായിരുന്നു കോൺസ്റ്റബിൾമാരായിട്ടും എയ്ഡുമാരായിട്ടും, അതായത് ഹെഡ് കോൺസ്റ്റബിൾമാരായിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ആ ഒരു ലാവണമൊക്കെ മാറ്റി സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നൊക്കെ ആക്കി മാറ്റി. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, SHO അല്ലെങ്കിൽ IPO, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അങ്ങനെ വിവിധ തസ്തികകൾ ഉണ്ട്. ഇവരെയൊക്കെ തന്നെ പ്രത്യേകമായി പരിശീലനം നൽകിയൊക്കെയാണ് തൃശൂർ പോലീസ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് പടച്ച് ഇങ്ങോട്ട് വിടുന്നത്. ആ പരിശീലനത്തിനടക്കം നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ് ചെലവഴിക്കുന്നത്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ്. ഇവർക്ക് പ്രത്യേക അലവൻസുകൾ കൊടുക്കുന്നത് എന്തിന്? ഇവർ ഇടുന്ന യൂണിഫോമിന്റെയും ബെൽറ്റിന്റെയും ക്യാപ്പിന്റെയും അലവൻസ് വരെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ്.
എന്നിട്ടും ചില പോലീസുകാർ, ചില എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ, കാരണം അങ്ങനെയാണ്, ചില പോലീസുകാർ ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങൾ പുറത്തെടുക്കുമ്പോൾ ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ തല്ലിച്ചതയ്ക്കുമ്പോൾ, ഇനി കാരണമുണ്ടെങ്കിൽ കൂടി അങ്ങനെ തല്ലിച്ചതയ്ക്കാനൊന്നും ഒരു നിയമവും അനുശാസിക്കുന്നില്ല. അതിക്രൂരമായി മർദ്ദിക്കുമ്പോൾ, വെള്ളം പോലും കൊടുക്കാതെ ചെവി അടച്ചു പൊട്ടിക്കുമ്പോൾ, അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും വിഹിതം പറ്റുമ്പോൾ. പണ്ടൊക്കെ പോലീസുകാർ കടയിൽ കയറി കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറില്ല, അതുപോലെ എന്തെങ്കിലും വാങ്ങിയാൽ കടയിൽ കയറി വാങ്ങിയാലും പൈസ കൊടുക്കാറില്ല. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറം, അല്ലെങ്കിൽ മറുവശത്ത് അതിലും ക്രൂരമായ കാര്യങ്ങൾ, വേദനാജനകമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരു യുവാവിനെയൊക്കെ തന്നെ ഇത്രയും ക്രൂരമായി തല്ലി ചതയ്ക്കുമ്പോൾ, ഇതൊക്കെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊന്നും കൃത്യമായ നടപടിയില്ലേ? അത് വെറും സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. ഇത്തരക്കാരെയൊക്കെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് കമൽജിത്ത് പറഞ്ഞതുപോലെ അവർക്ക് പ്രത്യേക യൂണിഫോം കൊടുക്കണം. അവർ കുറ്റവാളികളാണ്, അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ളവരാണ്, ഇത്തരത്തിൽ ആളുകളെ തല്ലിച്ചതയ്ക്കുന്നവരാണ് എന്ന് പൊതുജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ഒരു വേഷവിധാനം അവർക്ക് കൊടുക്കണം. പ്രായോഗികമാണോ എന്നുള്ള കാര്യം പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ പോലും ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലും മറ്റു കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു NOC വാങ്ങാനായാലും ഒരിക്കൽ നമുക്ക് പോകേണ്ടി വരുമായിരിക്കും. അപ്പോഴൊക്കെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാകാം, ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ കൃത്യമായ നടപടികളിലൂടെ, കൃത്യമായ നിയമ നടപടികളിലൂടെ ഇതൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. ഇത്തരക്കാരെ, ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഒരിക്കലും പോലീസ് സേനയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതേയല്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.